ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന ഒരു ഇന്റർവ്യൂ ആണ് കേട്ടോ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ മിക്ക ഇന്റർവ്യൂകളിലും ചില ഫൺ എലമെന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഒരു ഗെയിമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഒരു ഇന്റർവ്യൂവിന് ശേഷം ഒരു ഗെയിമാണ് കേട്ടോ. ആ ഒരു ഗെയിമിൽ ഇങ്ങനെ കണ്ണ് കെട്ടി വെച്ചിട്ട് എന്തെങ്കിലും ഒരു സാധനം വെക്കും, എന്നിട്ട് അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. അങ്ങനത്തെ ഒരു ഗെയിമാണ്. അപ്പൊ ഇതൊരു ബാലതാരമാണ് കേട്ടോ. കുറച്ച് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു ബാലതാരമാണ്. മീനാക്ഷി എന്ന മറ്റാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര്. അപ്പൊ ആ കുട്ടിയുടെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഗെയിം ചലഞ്ചാണ്. അപ്പൊ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ പറഞ്ഞേക്കട്ടെ, പറയട്ടെ? വേണ്ട, കുറച്ചും ഗസ് ചെയ്യട്ടെ. ഡയറി മിൽക്ക് ഇഷ്ടമാണോ? ഇഷ്ടമുള്ള മുട്ടായി ഏതാ? അഡ്ജസ്റ്റ് ചെയ്യും. ടേസ്റ്റ് ഉണ്ട് ഇതിന്. നിനക്ക് എങ്ങനെ അറിയാം? അതൊന്ന് പൊട്ടിച്ചേ. അത് പൊട്ടിച്ചോ? നമ്മളെ വിശ്വാസത്തോടെ പൊട്ടിച്ചോ? ആരെ നിന്നെയോ? പൊട്ടിച്ചോ പൊട്ടിച്ചോ. പൊട്ടുന്നില്ല. പൊട്ടാതിരിക്കാനാ പൊതുവെ. പൊട്ടിച്ചു നോക്ക്. അതാ പറഞ്ഞ കീറാതിരിക്കാൻ യൂസ് ചെയ്യുന്നതാ. ഞാൻ കീറി തരാം. അത് നിന്റെ കീറ് നല്ല വലിയ തുറന്നേ. ഇങ്ങനെ ഡയറി മിൽക്ക് പൊട്ടിക്കുന്നേ. ഒരു മുട്ടായി പോലും പൊട്ടിക്കാൻ അറിയാതെ തെറിച്ച് ക്യാമറ പൊട്ടിക്ക്. എടാ മിഠായി പറഞ്ഞെടുത്ത് വായിടും. നോക്കി പൊട്ടിച്ച് സ്മെല്ല് നോക്ക്. ഓവർ പ്രൊട്ടക്ഷൻ ആണ് എല്ലാത്തിനും. സൈഡ് നോക്ക്. അല്ല പാക്കേജ് സൈഡ് നോക്കി. അപ്പൊ ഇവന്മാരെ അത് കൊടുത്തിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, കോണ്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ കുട്ടി അതെടുത്ത് പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്. ആദ്യം ഇവന്മാര് സത്യം പറഞ്ഞാൽ ഈ ക്യാമറമാനും അല്ലെങ്കിൽ അവിടെ നിൽക്കുന്നവര് ഡബിൾ മീനിങ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഈ കുട്ടി ബാലതാരമായിട്ടൊക്കെയാണ് അഭിനയിച്ചിരിക്കുന്നത്. എത്ര വയസ്സുണ്ടെന്ന് കറക്റ്റ് ആയിട്ട് അറിയില്ല, എന്നാലും കണ്ടിട്ടൊരു കൊച്ചു പെൺകുട്ടിയാണ്. ആ കുട്ടിയുടെ അടുത്താണ് ഇങ്ങനെ ഒരു സംഭവം എടുത്ത് വെച്ചിരിക്കുന്നത്. ഈ കോണ്ടം ഒരു തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ ഇതുപോലൊരു ഗെയിമിന് ഈ ആ കുട്ടിയുടെ അതും ഒരു എനിക്ക് തോന്നുന്നു 18 വയസ്സൊന്നും ആയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ധാരണ. ആ കുട്ടിയുടെ മുന്നിൽ ഇങ്ങനെ ഒരു സാധനം വെക്കുന്നു, എന്നിട്ട് ഇവന്മാർ അവിടെ നിന്നിട്ട് ഡബിൾ മീനിങ്ങിൽ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നു. അത് തികച്ചും തെറ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ കുട്ടി അതെടുത്ത് പിടിച്ചൊക്കെ നോക്കുന്നുണ്ട്. അപ്പൊ ആദ്യം ഒന്നും കുട്ടിക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം ഈ കുട്ടി അത് പൊട്ടിക്കുന്നുണ്ട്. പൊട്ടിച്ചതിന് ശേഷമുള്ള ആ ഒരു കുട്ടിയുടെ ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരും. വന്നില്ല. അതൊക്കെ പതിയെ വരത്തുള്ളൂ, സമയം എടുക്കും. പൊട്ടിക്കുന്നോടാ. ദേഷ്യം കയറി കേട്ടോ. തൂത്തിട്ട് പോയാൽ മതി കേട്ടോ. പൊട്ടിച്ചു. പക്ഷെ ഒരു 23 മിനിറ്റ് അത് ഇപ്പോഴും അറിയത്തില്ല എന്തുവാന്നുള്ളത്. പൊട്ടിച്ചെന്നുള്ളത് യാഥാർത്ഥ്യം, എന്തുവാണെന്നുള്ളത് ഇത് അറിയത്തില്ല. നോക്കിക്കോന്ന്. പുറത്തേക്ക് വന്നല്ലേ ഇപ്പോഴും ഉള്ളി തന്നെയാ. വന്ന് 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 ചക്കപ്പഴത്തിന്റെ മണമാണോ? ഫ്ലേവറാ മണക്കുന്നത്. എന്ത് മണ വരുന്നതെന്ന് പറയും. ഇത് ഉത്തരം പറയും എന്തുവാന്നുള്ളത്. കിണറിറങ്ങിയാണോ? ഡയറി മിൽക്ക് ടേസ്റ്റ് തോന്നുന്നോ? നമ്മളിത് തലയിലിടും. മുടി കെട്ടാൻ യൂസ് ചെയ്യും. മുടി കെട്ടാൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്തുവാ ഇതിന് പല പർപ്പസ് ഉണ്ട്. വെള്ളം നിറയ്ക്കാം, ഊരി പെരിപ്പിക്കാം, ബലൂണായിട്ട് ഉപയോഗിക്കാം. ബലൂൺ പൊട്ടിയാലും ഇത് പൊട്ടത്തില്ല. അപ്പൊ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എനിക്ക് ഇത് കണ്ടിട്ട് അയ്യേ എന്നുള്ളൊരു രീതിയാ തോന്നിയത്. കാരണം ആ പെൺകൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രായമൊന്നും ഉള്ള ഒരു കുട്ടിയല്ല അത്. അതിന് എന്താ പറയാ, ഇങ്ങനൊരു ഗെയിമിന്റെ ഭാഗമാണ്. പക്ഷെ എങ്കിലും ആ ഒരു കൊടുത്ത ഒരു സാധനം അത് കുറച്ച് മോശമായി പോയത്. അതിലൊക്കെ ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരവിടെ നിന്ന് പറയുന്ന കമന്റുകൾ, അതായത് ഡബിൾ മീനിങ് വെച്ചിട്ട് ഇവർ പറയുന്ന കമന്റുകൾ തികച്ചും മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ്. എനിക്ക് തോന്നുന്നു എങ്ങനെ ഈ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ ഇങ്ങനെ ഒരു സംഭവത്തിന് അവർ കൂട്ടുനിന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വളരെയധികം മോശമായി പോയി. കാരണം
ആ കുട്ടി ഒരു ബാലതാരമായിട്ട് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. 18 വയസ്സുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. 18 വയസ്സില്ല എന്നാണ് എനിക്ക് കാഴ്ചയിൽ തോന്നുന്നത്. കാഴ്ചയിൽ കുറച്ച് ശരീരമൊക്കെ ഉണ്ടെങ്കിലും അത്രയും 18 വയസ്സുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കുട്ടിയുടെ അടുത്ത് ഇങ്ങനെ ഒരു ഗെയിമിന്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സംഭവം കൊണ്ട് വെച്ചിട്ട് ആ കുട്ടിയെ അപമാനിക്കുന്നതിന് തുല്യമാണ് അവർ ചെയ്തത്. അതിലുപരി അവർ പറയുന്ന അവിടെ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അവർ പറയുന്ന കമന്റുകൾ എന്തൊക്കെയാ അവര് പറയുന്നത്, അവർക്കറിയാം സംഭവം എന്താണെന്നുള്ളത് അവർക്കറിയാം. എന്നിട്ട് അവർ അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ തികച്ചും തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇതുപോലുള്ള ഡബിൾ മീനിങ് പറയുന്നത് തെറ്റ് തന്നെയാണ്, അതും കുട്ടികളോട്. അപ്പൊ ഇതിനെതിരെ കേസ് തന്നെ എടുക്കണം. നമുക്കറിയാം നമ്മുടെ ബോച്ചെ എന്തോ ഡബിൾ മീനിങ് ഹണി റോസിന്റെ അടുത്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ബോച്ചയ്ക്കെതിരായിട്ട് കേസും കാര്യങ്ങളൊക്കെ പുള്ളി ജയിലിൽ കിടന്നതും എല്ലാം. അപ്പൊ ഇത് ഡബിൾ മീനിങ് അല്ലേ? ഇതെന്തുകൊണ്ട് എന്നിട്ട് ഇതിനെതിരെ ആരും പ്രതികരിക്കുന്നില്ല? എന്തായാലും ഇത് യൂട്യൂബേഴ്സ് എല്ലാം എടുത്തു വെച്ച് പ്രതികരിക്കുന്നുണ്ട്. ഇതിനെതിരായിട്ടൊരു നടപടി ഉണ്ടാകും എന്ന് തന്നെ ഞാനും പ്രതീക്ഷിക്കുന്നു. കാരണം നമുക്ക് ഒരിക്കലും അവരുടെ ചാനലിനെതിരെ അങ്ങനെയല്ല, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് അതിൻ്റെതായിട്ടുള്ള രീതിക്ക്, ഇപ്പൊ കുട്ടികളാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെങ്കിൽ കുട്ടികളെ കുട്ടികളുടേതായിട്ടുള്ള രീതിയിലുള്ള ഗെയിമും കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കുക. അല്ലാതെ ഇമ്മാതിരി വേഷം കെട്ടുകളും അല്ലെങ്കിൽ ഇമ്മാതിരി വൃത്തികേടുകളും നിന്ന് പറയുകയും അതിനൊന്ന് ഭയങ്കരമായിട്ട് അങ്ങോട്ട് അട്ടഹസിച്ച് അങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് ഇവരെന്താ വിചാരിച്ച് ഇതങ്ങ് വലിയ വൈറലാകുന്നു. എന്തായാലും ഇതിനെതിരായിട്ട് നടപടി എടുക്കണമെന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതൊന്ന് കമന്റ് ചെയ്യാനും കൂടെ മറക്കരുത്.